ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. ഇത് കേക്കിൻ്റെ ബേസാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അല്ലാതെ ഓവനോ കുക്കറോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ഒന്ന് അരിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ മൈദയൊക്കെ ഇപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല ക്രീമി പരുവാവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, അത് കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ടിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു അടിപൊളി ബേസ് കേക്കാണ് കേട്ടോ അത്. നമ്മളെല്ലാ കേക്കിനും ഇതുപോലെ തന്നെയാണ് ബേസ് കേക്ക് ഉണ്ടാക്കാറുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് പാല് ചേർക്കണം. അപ്പോൾ പാലും ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ പാൽ ചേർത്തപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം എടുത്താലും മതി കേട്ടോ. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ ഒരു പാത്രം എടുത്തിട്ട് ഒരു ബട്ടർ ഫോയിൽ പേപ്പർ ഇതിൻ്റെ അതേ അളവിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കണം. അതിനുശേഷം വേണം കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളി വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മളൊന്ന് കുത്തി നോക്കുക കേട്ടോ, ഒരു സ്ക്യൂറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കേക്കൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടീനിൽ നിന്ന് എടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വിട്ടു പോരും. അപ്പോൾ ജസ്റ്റ് ഒരു പാത്രത്തിലോട്ടൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. ഇനി ആ ബട്ടർ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബേസ് കേക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഫ്രോസ്റ്റിങ്ങോ ഐസിങ്ങോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്രോസ്റ്റിങ്ങോ ഐസിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്കായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ കേക്ക് വന്നിട്ടുള്ളത്. പഞ്ഞി പോലുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ഓവനോ അതുപോലെ കുക്കറോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്